കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ മൃദംഗവിഷൻ MD നികോഷ് കുമാർ അറസ്റ്റിൽ. വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, നേരത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നികോഷ് ഹാജരായിരുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. തുടർന്ന് നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയേക്കുമെന്നൊരു വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ MD നികോഷ് കുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും അതുല്യ, പോലീസ് നിയമ നടപടികളിലേക്ക് നീങ്ങി എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ മൃദംഗവിഷൻ MD നികോഷ് കുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. 7.5 മണിക്കൂറത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വലിയ രീതിയിൽ ഒരു വിവാദം തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പുറമെ അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിൽ വലിയ രീതിയിൽ മൃദംഗവിഷൻ MDയും ഇതിന് കൃത്യമായി പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇത് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ചൂഷണം നടത്തിയെന്ന കേസിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനെ ഈ ഒരു സ്റ്റേഷനിലേക്ക് ഹാജരാകാനെല്ലാം പറഞ്ഞത്. എന്തായാലും ഈ നടന്നതെല്ലാം കുപ്രചാരണമാണ് എന്നുള്ള തരത്തിലായിരുന്നു നികോഷ് കുമാറിൻ്റെ പ്രതികരണവും നേരത്തെ തന്നെ. എന്തായാലും ഇന്നിപ്പോൾ ഈ മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. 7.5 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു മൃദംഗവിഷൻ MD നികോഷ് കുമാർ. എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിലുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ചും നികോഷ് കുമാർ നേരത്തെ തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. എല്ലാ ഇടപാടുകളും ബാങ്ക് വഴിയാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നത്. എല്ലാം വ്യക്തമായി നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് നികോഷ് കുമാറിന്റെ പ്രതികരണം തന്നെ ഉണ്ടായത്. എന്തായാലും ഈ ഒരു മൊഴിയെടുപ്പും ഒക്കെ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ മൊഴികൾ നികോഷ് കുമാർ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്കിനിയും ലഭ്യമാകും. ഇപ്പോൾ 7.5 മണിക്കൂറിന്റെ ചോദ്യം ചെയ്യലിന്റെ അവസാനം അതിനൊടുവിൽ മൃദംഗവിഷൻ MD നികോഷ് കുമാർ അറസ്റ്റിലായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും വലിയ രീതിയിൽ വിവാദം സൃഷ്ടിച്ചു. കേരളത്തിലൊട്ടാകെ വലിയ രീതിയിൽ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ്. ഉമാ തോമസ് MLAയുടെ അപകടത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം പുറത്തു വന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തായാലും മൃദംഗവിഷൻ MD, അതായത് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരായിട്ടുള്ള ആ കമ്പനിയുടെ പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ അറസ്റ്റിലായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം.